ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ മൂവിയായ കാന്താര എന്ന കന്നഡ മൂവിയാണ്. ഈ സിനിമയിൽ ഒരു കൂട്ടം ആളുകളുടെ ആചാരങ്ങളെയും രീതികളെയും കുറിച്ചാണ് പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ 1947 കാലഘട്ടം കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. ദൂരെയുള്ള ഒരു നാട്ടിലെ രാജാവിനെ കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പക്കലിൽ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സമാധാനം മാത്രം ഉണ്ടായിരുന്നില്ല. സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്തു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് സമാധാനം മാത്രം ലഭിച്ചില്ല. അങ്ങനെ ഒരു ദിവസം രാജാവ് തന്റെ പണ്ഡിതനോട് തന്റെ ഈ വിഷമം പറഞ്ഞു. അതിനയാൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന സമാധാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന്. എന്നിട്ട് സമാധാനം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അനുഭവിച്ചറിയണമെന്ന് അദ്ദേഹം പറയുന്നു. സമാധാനം കണ്ടുപിടിക്കുന്നത് വരെ അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കണമെന്ന് അയാൾ രാജാവിനോട് പറയും. അങ്ങനെ രാജാവ് ആ പണ്ഡിതൻ പറഞ്ഞതുപോലെ തന്റെ യാത്ര തുടർന്നു. രാജാവ് ഒരുപാട് ഗ്രാമങ്ങളിലൂടെയെല്ലാം തന്നെ കടന്നു പോകുന്നു. അദ്ദേഹം ഒരുപാട് മുനിമാരെയും ഋഷിമാരെയും എല്ലാം കണ്ടു. പക്ഷെ സമാധാനം എന്താണെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ രാജാവിന് ഒരു കാട്ടിലൂടെ പോകേണ്ടി വരുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ രാജാവിന് ആ കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാനിടയാവും. ആ ശബ്ദം കേട്ടതിനു ശേഷം രാജാവ് ആ ശബ്ദം വന്ന സ്ഥലത്തേക്ക് പോയി നോക്കും. അങ്ങനെ കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ രാജാവ് ചെന്നെത്തുന്നത് ഒരു വിഗ്രഹത്തിന്റെ അടുത്തേക്കാണ്. അത് ആ ഗ്രാമത്തിലുള്ളവരുടെ ദൈവമായിരുന്നു. ആ വിഗ്രഹത്തെ കാണുമ്പോൾ തന്നെ രാജാവ് കൈകൂപ്പി നിൽക്കും. അങ്ങനെ രാജാവ് അവിടെ കൈകൂപ്പി നിൽക്കുമ്പോൾ തന്റെ സ്വന്തം അമ്മയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നു. അങ്ങനെ രാജാവിന്റെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടും. രാജാവ് ആളുകളെ കാണുമ്പോൾ അവരോടായി പറയും, ഞാൻ നിങ്ങളുടെ രാജാവായി കൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ദൈവത്തെ തന്നുവിടണമെന്ന് രാജാവ് പറയും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ ദേഹത്തേക്ക് ആ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിക്കും. ശേഷം ആ ആളിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ദൈവം പറയും, ഞാൻ നിന്റെ കൂടെ വരാൻ വേണ്ടി തയ്യാറാണ്. എന്റെ ശബ്ദം എവിടെ വരെ ചെല്ലുന്നുണ്ടോ അവിടെ വരെയുള്ള സ്ഥലം നീ ഈ ആളുകൾക്ക് കൊടുക്കണം. അത് മാത്രമല്ല, ഈ സ്ഥലം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ശിക്ഷ കിട്ടുമെന്ന് ദൈവം പറയുന്നു. ഇത് പറഞ്ഞ ശേഷം ദൈവം നിലവിളിക്കാൻ തുടങ്ങും. അന്നു മുതൽ ആ രാജാവും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാവുകയാണ്. ശേഷം രാജാവ് ആ ഉടമ്പടിക്ക് സമ്മതിച്ച ശേഷം അവർക്ക് ആ സ്ഥലം നൽകും. എന്നിട്ട് ആ ദൈവത്തെയും കൂട്ടി വീട്ടിലേക്ക് വരും. അന്നു മുതൽ ആ രാജാവിന്റെ ജീവിതത്തിൽ മുഴുവനും സന്തോഷവും സമാധാനവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാണിക്കുന്നത് 1970 കാലഘട്ടമാണ്. ഈ മൂവിയിലെ ഹീറോയിന്റെ പേര് ശിവ എന്നാണ്. പണ്ട് നടന്ന കഥകളെല്ലാം തന്നെ ശിവയുടെ അച്ഛൻ ശിവയ്ക്ക് പറഞ്ഞു കൊടുക്കും. ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ശിവയും ജീവിച്ചിരുന്നത്. അവിടെ എല്ലാ വർഷവും ഭൂതക്കൊല എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കും. ആ ഫെസ്റ്റിവലിൽ ശിവയുടെ അച്ഛനായിരുന്നു ആവേശം ചെയ്തിരുന്നത്. ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് രാജാവിന്റെ ഒരു ബന്ധു വരും. ആ ഗ്രാമത്തിലെ ആളുകളുടെ അടുത്തു നിന്നും രാജാവ് പണ്ട് കൊടുത്തിരുന്ന ആ സ്ഥലം തിരികെ വാങ്ങാനായിരുന്നു അയാൾ വന്നത്. അങ്ങനെ ആ ഫെസ്റ്റിവലിൽ ശിവേന്റെ അച്ഛൻ ദൈവത്തിന്റെ രൂപം കെട്ടി പെർഫോം ചെയ്യാൻ തുടങ്ങും. നമ്മുടെ നാട്ടിലെ തെയ്യം പോലെ ഒരു കലാരൂപമാണ് അതും. ശിവയുടെ അച്ഛൻ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എല്ലാ വർഷവും ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് തന്റെ പ്രജകൾ നേരിടുന്ന എല്ലാ പ്രശ്നവും പരിഹരിച്ചു കൊടുക്കും. അതായത് ആ ഗ്രാമത്തിലുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം നേരിടുകയാണെങ്കിൽ അത് ഈ സമയം ഭഗവാനോട് ചോദിക്കും. അപ്പോൾ ഭഗവാൻ അതിനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് രാജാവിന്റെ ബന്ധുവായ അയാൾ ഭഗവാൻ ശരീരത്തിൽ കയറി ആ ആളുടെ അടുത്ത് ചെന്ന് തന്റെ ഭൂമി തിരിച്ചു വേണമെന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയും, ഈ കാര്യത്തിന്റെ തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഈ ഭൂമി ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഭഗവാൻ തീർത്ത് പറയും. അപ്പോൾ രാജാവിന്റെ ബന്ധുവായ അയാൾ ദൈവത്തെ കളിയാക്കിക്കൊണ്ട് പറയും, ഇതെല്ലാം താൻ ദൈവത്തിന്റെ വേഷം കെട്ടി ചുമ്മാ പറയുന്നതല്ല എന്ന് പറയും. അപ്പൊ ഭഗവാൻ അയാളോട് തിരിച്ചു പറയും, നീ ഒരു കാര്യം ചെയ്യ്, എന്നെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ സമ്മതിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദൈവം കാട്ടിലേക്ക് അലറിക്കൊണ്ട് ഓടിപ്പോകും. അപ്പോൾ ശിവയും തന്റെ അച്ഛനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകും. അങ്ങനെ കാട്ടിലൊരു സ്ഥലത്തെത്തിയ ശേഷം ഭഗവാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകും. അദ്ദേഹത്തെ കാണാതായ ആ സ്ഥലത്ത് റൗണ്ടായി തീ പടർന്നിരുന്നു. അന്ന് മുതൽ ശിവയുടെ അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ഭൂമി വാങ്ങാൻ വന്ന അയാൾ രക്തം ഛർദ്ദിച്ച് മരിക്കും. ഇത് കഴിഞ്ഞ അടുത്ത സീനിൽ 90 കാലഘട്ടമാണ് കാണിക്കുന്നത്. വളർന്നു വലുതായ ഹീറോയെ കാണിക്കുന്നു. ശിവ ഒരു കാളയുടെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നു. എന്നാൽ ആ റേസിൽ സുധാകർ എന്ന് പറയുന്ന ആൾ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ആ റേസിൽ വെച്ച് ശിവയെ ചീറ്റ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ റേസിൽ ശിവയാണ് വിൻ ചെയ്തത്. എന്നാൽ വിജയം അനൗൺസ് ചെയ്യുന്ന സമയത്ത് സുധാകർ തന്റെ ടീമിലെ ആളുകളെ വിജയിച്ചതായി അനൗൺസ് ചെയ്യും. അത് ശിവയ്ക്കൊട്ടും ഇഷ്ടമായില്ല. ആ സ്ഥലത്ത് ദേവേന്ദ്രൻ എന്നു പേരുള്ള ഒരു നാടുവഴി ഉണ്ടായിരുന്നു. അയാൾ സുധാകരനെ വഴക്ക് പറഞ്ഞ് ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കും. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് ഒരു ഫൈറ്റ് നടക്കും. യഥാർത്ഥത്തിൽ സുധാകർ ദേവേന്ദ്രന്റെ തന്നെ ആളായിരുന്നു. പക്ഷെ അയാൾ ആ പ്രശ്നത്തിൽ ശിവയെയാണ് സപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ശിവ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ശിവയും ഫ്രണ്ട്സും സമയം കിട്ടുമ്പോഴെല്ലാം കാട്ടിൽ പോയി ഹണ്ടിങ് ചെയ്യും. അവർ കൂടുതലും പിടിക്കുന്നത് കാട്ടുപന്നികളെ ആയിരുന്നു. ശിവ ഇങ്ങനെ കാട്ടിൽ ഹണ്ടിങ്ങിന് പോകുന്നത് അവന്റെ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവർ കാട്ടുപന്നികളെ ദൈവത്തിനു തുല്യമായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ സ്ഥലത്തേക്ക് മുരളീധർ എന്നു പേരുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ വരും. അയാൾ വളരെയധികം സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ആ ഗ്രാമത്തിലേക്ക് ജോലിക്ക് വേണ്ടിയാണ് അയാൾ വന്നത്. അയാൾ ജോയിൻ ചെയ്ത അന്ന് മുതൽ തന്നെ വളരെ സിൻസിയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്.
വന്ന ആദ്യ ദിവസം തന്നെ മുരളീധർ ആ നാട്ടിൽ ഹണ്ടിങ് ചെയ്യുന്നവരെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വാണിംഗ് കൊടുക്കുന്നു. മുരളീധർ അപ്പോഴും ഫോറസ്റ്റിന്റെ സേഫ്റ്റിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. അങ്ങനെ മുരളീധറിന്റെ സുപ്പീരിയർ ഓഫീസർ മുരളീധറിന്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഈ ഗ്രാമം വളരെ ഡേഞ്ചർ ആണെന്നാണ് തനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ളവരുടെ ജീവിതം കാടുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഗവൺമെന്റ് പറയുന്നതൊന്നും തന്നെ അനുസരിക്കില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അതിന്റെ പഴി പോലീസുകാരുടെ തലയിൽ തന്നെ ആയിരിക്കുമെന്ന് ആ ഓഫീസർ മുരളീധരനോട് പറയുന്നു. അതുകൊണ്ട് നീ അവരുടെ അടുത്ത് ഒരുപാട് വയലന്റായി പെരുമാറുന്നതെന്ന് ഓഫീസർ മുരളീധരനെ ഉപദേശിക്കുന്നു. കൂടാതെ ഈ ആളുകൾ വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിലുള്ള ആളുകൾ കാട്ടിൽ നിന്നും മരക്കഷ്ണങ്ങൾ വെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മുരളീധർ കാണുന്നു. നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് മുരളീധർ ആ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ ശിവ അവിടേക്ക് വന്നിട്ട് പറയും, ഞങ്ങളുടെ ജീവിതം ഈ കാടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ റൂൾസ് ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് ശിവയും ഫ്രണ്ട്സും കൂടി അന്ന് രാത്രി തന്നെ മുരളീധരന്റെ വാക്കൊന്നും കേൾക്കാതെ കുറച്ച് ലോക്കൽ ഗണ്ണുമായി കാട്ടിൽ ഹണ്ടിങ്ങിന് പോകും. ശേഷം ഹണ്ടിങ് ചെയ്ത് കിട്ടിയ കാട്ടുപന്നിയെ വെച്ച് അവരൊരു ചെറിയ പാർട്ടി നടത്തും. അങ്ങനെ പാർട്ടി എല്ലാം കഴിഞ്ഞ് ശിവ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശിവയ്ക്ക് സ്വപ്നത്തിൽ കുട്ടിയായിരുന്ന ശിവയെ കാണും. അവന്റെ അടുത്തായി ഒരു കാട്ടുപന്നി നിൽപ്പുണ്ട്. അത് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരുന്നതായിരുന്നു അവൻ കണ്ട സ്വപ്നം. ഇതുപോലുള്ള ഓരോ ദുസ്വപ്നങ്ങൾ അവൻ കാണുമായിരുന്നു. ഇങ്ങനെ ഓരോ സ്വപ്നം കണ്ട് അവൻ പേടിച്ച് എല്ലാ രാത്രിയിലും ഞെട്ടിയെഴുന്നേൽക്കും. അടുത്ത ദിവസം മുരളീധർ ദേവേന്ദ്രന്റെ വീട്ടിലെത്തും. ആ അവസരം മുതലെടുത്തുകൊണ്ട് ദേവേന്ദ്രൻ തന്റെ ആവശ്യങ്ങൾക്ക് കൂടെ നിർത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ ദേവേന്ദ്രൻ ചോര ഛർദ്ദിച്ച് മരിച്ച ആളുടെ മകനാണ്. അത് കഴിഞ്ഞ് മുരളീധർ ഫോറസ്റ്റ് മുഴുവൻ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ സെൻസിംഗ് വേണമെന്ന് സുപ്പീരിയർ ഓഫീസറുമായി ഡിസ്കസ് ചെയ്യും. അപ്പോൾ സുപ്പീരിയർ ഓഫീസർ പറയും, ഗ്രാമവാസികളെ ഒരിക്കലും ഒന്നിനും ഫോഴ്സ് ചെയ്യരുത്. ആദ്യം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കാര്യം നന്നായി ചിന്തിച്ച ശേഷം ഹാൻഡിൽ ചെയ്യണമെന്ന് സുപ്പീരിയർ ഓഫീസർ പറയും. ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഗ്രാമത്തിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതാണ്. ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും വളരെ നന്നായിട്ടായിരുന്നു ആ ഫെസ്റ്റിവൽ ആഘോഷിച്ചിരുന്നത്. അതിനായി അവർ പടക്കങ്ങളെല്ലാം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ട് മുരളീധർ അവിടേക്ക് ചെന്ന് ഇങ്ങനെ പടക്കം പൊട്ടിക്കരുത്, അത് കാട്ടിൽ ജീവിക്കുന്ന ജീവികളെ ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ ആ പ്രശ്നത്തിൽ ശിവയെയാണ് സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഈ ആഘോഷത്തെ അവസാനിപ്പിക്കില്ല. അങ്ങനെ ശിവയും മുരളീധറും സംസാരിച്ച് ഈ പ്രശ്നം വഷളാക്കും. അതിരടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഗ്രാമവാസികൾ അവർ രണ്ടുപേരെയും തടയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ലീല എന്നു പേരുള്ള ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി ഫോറസ്റ്റ് ഗാർഡിന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ആ ഗ്രാമത്തിലേക്ക് തിരികെ വന്നതാണ്. ശിവയും ലീലയും കുഞ്ഞുനാൾ മുതലേ ഇഷ്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ലീലയുടെ അച്ഛൻ ലീലയും കൊണ്ട് ശിവയുടെ അടുത്തേക്ക് വരും. ലീലയുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവൾക്കൊരു ജോലി വാങ്ങി കൊടുക്കാനാണ് ലീലയുടെ അച്ഛൻ ശിവയുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ശിവ അവരെയും കൂട്ടിക്കൊണ്ട് ദേവേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലും. ദേവേന്ദ്രന്റെ റെക്കമെൻഡ് പ്രകാരം ലീലയ്ക്ക് ജോലി കിട്ടും. അങ്ങനെ അവൾ ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്, അതായത് ഫോറസ്റ്റ് ഓഫീസർ ഈ കാടിന് ചുറ്റും സെൻസിംഗ് വെക്കാൻ പോവുകയാണ്. അങ്ങനെ സെൻസിംഗ് വെക്കുമ്പോൾ ആ ഫുൾ ഗ്രാമമോ ആ ഗ്രാമത്തിന്റെ കുറച്ച് പാർട്ടോ റിക്കവേർഡ് ഫോറസ്റ്റ് ആകും. അത് കഴിഞ്ഞ് മുരളീധർ കുറച്ച് പോലീസുകാരോടൊപ്പം ആ ഗ്രാമത്തിലേക്ക് ചെല്ലും. അവിടെ എത്തിയ ശേഷം മാപ്പ് നോക്കി സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്യും. കുറച്ച് ആളുകളുടെ വീട് സെൻസിങ്ങിന്റെ അകത്താകും. അങ്ങനെ അയാൾ റിക്കവേർഡ് ഫോറസ്റ്റിന്റെ അകത്ത് വീടുള്ളവരെ അവിടെ നിന്നും ഒഴിപ്പിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് സുധാകരന്റെ ഹെൽപ്പും മുരളീധർ വാങ്ങുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടോണ്ട് നിൽക്കാൻ മാത്രമേ ലീലയ്ക്ക് സാധിച്ചുള്ളൂ. കാരണം ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇത് അവളുടെ ഡ്യൂട്ടിയാണ്, എന്നാൽ അത് അവളുടെ ഗ്രാമത്തെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. ആ ഗ്രാമവാസികളെല്ലാവരും തന്നെ പോലീസിനെ തടയാൻ വേണ്ടി ശ്രമിക്കും. അതിനിടയിൽ സുധാകരന്റെ ആളുകൾ ശിവയുടെ അമ്മയ്ക്ക് നേരെ കൈ ഉയർത്തും. ഈ കാര്യം അറിയുന്ന ശിവ അവിടേക്ക് ചെന്ന് സുധാകരന്റെ ആളുകളുമായി തല്ലുണ്ടാക്കും. ആ സമയം ശിവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മുരളീധർ ആകാശത്തേക്ക് വെടിവെക്കും. അത് കഴിഞ്ഞ് ലീല ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ശിവയുടെ അടുത്തേക്ക് വരും. അവളുടെ അച്ഛനുൾപ്പെടെ അവളോട് ദേഷ്യത്തിലായിരിക്കും പെരുമാറുക. ശിവയും അവളോട് ദേഷ്യപ്പെടും. ശേഷം സെൻസിംഗ് ചെയ്യാൻ വേണ്ടി അവർ കുഴിച്ചു വെച്ച കുഴിയെല്ലാം അവർ മണ്ണിട്ട് മൂടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അടുത്ത ദിവസം ദേവേന്ദ്രൻ ഗ്രാമവാസികളെല്ലാം വിഡ്ഢികളാക്കി അവരുടെ പേരിലുള്ള സ്ഥലമെല്ലാം തന്റെ പേരിലേക്കാക്കും. ദേവേന്ദ്രന്റെ വീട് കാണുമ്പോൾ ശിവന്റെ ഒരു ഫ്രണ്ട് ആ വീടിനുള്ളിലേക്ക് വെറുതെ ഒന്ന് നോക്കും. അതുകൊണ്ട് ദേവേന്ദ്രന്റെ ആളുകൾ അവനെ ഒരുപാട് ഉപദ്രവിക്കും. ഇത് കണ്ട് ശിവ അവിടേക്ക് വന്ന് അവനെ അടിക്കാൻ തുടങ്ങും. പ്രശ്നം വലുതായപ്പോൾ ദേവേന്ദ്രൻ ഇടപെട്ട് അവരുടെ അടി നിർത്തിക്കും. അപ്പോഴും ദേവേന്ദ്ര ശിവന്റെ ഭാഗത്താണ് നിന്നത്. കാരണം ശിവയെ ഉപയോഗിച്ച് ആ ഗ്രാമത്തിലുള്ള സ്ഥലം മുഴുവനും തന്റെ കൈക്കലാക്കാനാണ് ദേവേന്ദ്രന്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ അയാൾ ശിവയെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ തന്റെ ഫ്രണ്ടിനെ കാണാൻ ഒപ്പം ശിവയും കൂട്ടി പോകും. ദേവേന്ദ്ര ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയ സമയം ശിവ കാട്ടിലൊറ്റയ്ക്കായിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കും. അപ്പോൾ പെട്ടെന്ന് ശിവയുടെ മുന്നിലേക്ക് അവരുടെ ഭഗവാന്റെ രൂപം പ്രത്യക്ഷപ്പെടും. അത് കണ്ട് ശിവ ഒരുപാട് പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നും ഓടിപ്പോകും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ശിവയും അവന്റെ ഫ്രണ്ടും കൂടി ആ കാട്ടിൽ ഹണ്ടിങ്ങിന് വേണ്ടി പോകും. ഇതറിഞ്ഞ മുരളീധർ തെളിവ് സഹിതം ശിവയെ പിടിക്കാൻ തീരുമാനിക്കും. അങ്ങനെ മറ്റൊരു ദിവസം രാത്രി ശിവയും ഫ്രണ്ടും കൂടി ആ കാട്ടിൽ ഒരു വലിയ മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ അന്ന് അവർക്ക് അതിന് സാധിച്ചില്ല. ഈ സമയം സുധാകർ മുരളീധരനൊപ്പം ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സുധാകർ മുരളീധരനോട് ശിവയും ഫ്രണ്ട്സും ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ശിവയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അറിയാതെ അവർ മുറിച്ചുകൊണ്ടിരിക്കുന്ന മരം മുരളീധറും സുധാകറും വന്നുകൊണ്ടിരിക്കുന്ന ജീപ്പിന്റെ മുകളിലേക്ക് വീഴും. എന്നിട്ട് ആ അപകടത്തിൽ അവർക്ക് രണ്ടുപേർക്കും പരുക്ക് പറ്റും.
ഈ കാര്യം അറിയുന്ന ദേവേന്ദ്രൻ ശിവയെയും ഫ്രണ്ട്സിനെയും വഴക്ക് പറയും. എന്നിട്ട് അവരുടെ എത്രയും പെട്ടെന്ന് ഒളിവിൽ പോകാൻ പറയും. ആ സമയം മുരളീധർ എങ്ങനെയെങ്കിലും ശിവയുടെ പേരിൽ കേസ് കൊടുത്ത് അവനെ ജയിലിൽ അടയ്ക്കണമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് പോലീസുകാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശിവയും ഫ്രണ്ട്സും ആ കാട്ടിൽ തന്നെ ജീവിക്കാൻ തീരുമാനിക്കും. അവർ ഭക്ഷണാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഗ്രാമങ്ങളിലേക്ക് വന്നിരുന്നത്. അതിനിടയിലും ശിവ ദുസ്വപ്നം കാണും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശിവയെ മുരളീധർ അറസ്റ്റ് ചെയ്യും. ശേഷം അവർ ഹണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് എല്ലാം മുരളീധർ പിടിച്ചെടുക്കും. എന്നിട്ട് ആ ലോക്കൽ ഗണ്ണ് മുരളീധർ ഒന്ന് പരീക്ഷിച്ചു നോക്കും. ആ സമയം ആക്സിഡന്റിൽ മുരളീധരന്റെ കണ്ണിന് പരുക്ക് പറ്റും. അത് കഴിഞ്ഞ് മുരളീധർ ശിവയും ഫ്രണ്ട്സിനെയും ജയിലടയ്ക്കും. ശിവേന്റെ അച്ഛൻ എന്ന് മുതലാണോ ഡിസപ്പിയർ ആയത് അന്ന് മുതൽ ശിവേന്റെ കസിൻ ബ്രദർ ആയിരുന്നു ആ നാട്ടിൽ ഭൂതകോല ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ശിവയുടെ അമ്മ ശിവയോടായിരുന്നു ഈ ഫെസ്റ്റിവൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. എന്നാൽ അവന്റെ പേടി കാരണം അത് ചെയ്യാൻ സാധിച്ചില്ല. തന്റെ അച്ഛൻ ഡിസപ്പിയർ ആയതുപോലെ താനും ഡിസപ്പിയർ ആയി പോകുമോ എന്ന് ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവന്റെ കസിനായ കുറുവയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കയറിയിട്ട് പറയും എത്രയും പെട്ടെന്ന് തന്നെ ശിവയെ ജയിലിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയും. അത് കഴിഞ്ഞ് ദേവേന്ദ്ര കുറുവയെ കാണാൻ പോകും. അപ്പോൾ കുറുവ ദേവേന്ദ്രനോട് ശിവയ്ക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം മേടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. എന്റെ ഉള്ളിൽ ഭഗവാൻ കയറിയപ്പോൾ ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ദേവേന്ദ്ര കുറുവയോട് ഒരു കണ്ടീഷന് സമ്മതിക്കാൻ വേണ്ടി പറയും. എന്താണെന്ന് വെച്ചാൽ നീ ഈ ഗ്രാമത്തിലുള്ള ആളുകളോടായിട്ട് പറയണം. ദൈവം എന്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥലം മുഴുവനും ദേവേന്ദ്രയ്ക്ക് എഴുതി കൊടുക്കണമെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തിൽ 5 ഏക്കർ നിനക്ക് എഴുതി തരാമെന്ന് ദേവേന്ദ്ര കുറുവയോട് പറയും. കൂടാതെ ദേവേന്ദ്ര പറയും ഈ കാര്യം നീ ഭൂതകോല ഫെസ്റ്റിവൽ നടക്കുമ്പോൾ വേണം എല്ലാവരോടും പറയാനെന്ന്. അങ്ങനെ അന്ന് രാത്രി കുറെ ആളുകൾ ചേർന്ന് കുറുവയെ കൊന്ന് ആ ഡെഡ് ബോഡി ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടിടും. കുറുവയുടെ മരണത്തിൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കും. ഈ സമയം ശിവയ്ക്ക് ഒരു സ്വപ്നമുണ്ടാകും. അത് ആ ഗ്രാമത്തിലുള്ള ദൈവം ശിവയുടെ മുന്നിൽ വന്ന് കരയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ശിവയ്ക്ക് മനസ്സിലാകും കുറുവയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആ സമയം മുരളീധരന് മനസ്സിലാകും ദേവേന്ദ്ര ആ നാട്ടിലെ എല്ലാവരും പൊട്ടന്മാരാക്കി സ്ഥലം മുഴുവൻ തന്റെ പേരിലേക്ക് ആക്കുകയാണെന്ന്. അതുകൊണ്ട് ഫോറസ്റ്റിന്റെ കാര്യം എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെന്ന് മുരളീധർ തീരുമാനിക്കും. മുരളീധരന്റെ കൂടെ ദേവേന്ദ്രയുടെ ഒരാളുണ്ടായിരുന്നു. അയാൾ മുരളീധർ സത്യമെല്ലാം അറിഞ്ഞു എന്ന കാര്യം ദേവേന്ദ്രയോട് പറയും. മുരളീധർ ദേവേന്ദ്രയ്ക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ശിവയ്ക്ക് ജാമ്യം മേടിച്ചു കൊടുക്കണമെന്നും അയാൾ പറയുന്നു. ദേവേന്ദ്രയും അയാളുടെ സഹായം ചേർന്നാണ് കുറുവയെ കൊന്നിട്ട് ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടിട്ടത്. ഗ്രാമവാസികൾ അതൊരു അപശകനമായി കാണാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് ദേവേന്ദ്ര ശിവയ്ക്കും ഫ്രണ്ട്സിനും ജാമ്യം വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ജാമ്യത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ ദേവേന്ദ്ര ശിവയോടായിട്ട് പറയും മുരളീധറാണ് കുറുവയെ കൊന്നതെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന ശിവ മുരളീധരനെ കൊല്ലണമെന്ന് തീരുമാനിക്കും. എന്നാൽ മുരളീധരനോട് പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് ശിവ ഒരു പണ്ഡിതനെ കാണാനിടയാകും. അവർ പറയുന്നത് താൻ അവസാനമായി കുറുവയെ കണ്ടത് ദേവേന്ദ്രനൊപ്പമാണെന്നാണ്. കുറുവയും ദേവേന്ദ്രനും വണ്ടിയിൽ പോകുന്നതാണ് താൻ കണ്ടതെന്നും അന്ന് തന്നെയാണ് കുറുവയുടെ ഡെഡ് ബോഡി കാണാനിടയായതെന്നും അദ്ദേഹം പറയുന്നു. ആ സമയം ദേവേന്ദ്രന്റെ ആളുകൾ മുരളീധരന്റെ അടുത്തെത്തിയിരുന്നു. ശിവ മുരളീധരനെ കൊല്ലുന്നുണ്ടോ എന്നറിയാനായിരുന്നു അവർ വന്നത്. എന്നാൽ ശിവയെ കണ്ടപ്പോൾ സത്യങ്ങളെല്ലാം ശിവ മനസ്സിലാക്കിയെന്ന് ദേവേന്ദ്രന്റെ ആളുകൾക്ക് മനസ്സിലായി. അവിടെ വെച്ച് ശിവയും ദേവേന്ദ്രന്റെ ആളുകളുമായി ഫൈറ്റ് നടക്കും. ശേഷം ശിവ ദേവേന്ദ്രന്റെ വീട്ടിലേക്ക് ചെല്ലും. താൻ സത്യം മനസ്സിലാക്കിയ കാര്യം മറച്ചു വെച്ച് ശിവ വളരെ സന്തോഷത്തിൽ ദേവേന്ദ്രനോട് സംസാരിക്കും. അത് കഴിഞ്ഞ് ശിവ സത്യങ്ങളെല്ലാം തന്റെ ഗ്രാമത്തിലുള്ളവരോട് ചെന്ന് പറയും. ദേവേന്ദ്രൻ നമ്മളെല്ലാവരും വിഡ്ഢികളാക്കാൻ നോക്കുകയാണ്, കൂടാതെ കുറുവയെ കൊന്നതും അയാളാണെന്നും പറയും. എന്നാൽ ഗ്രാമവാസികളും ശിവയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് ദേവേന്ദ്ര അറിയുന്നു. അയാൾ ഇനി മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാലെന്നും ആളുകൾ കേൾക്കില്ലെന്നും മനസ്സിലാക്കിയ ദേവേന്ദ്ര തന്റെ ആളുകൾക്കൊപ്പം ആ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. അവരെ ഫോഴ്സ്ഫുള്ളി അവിടെ നിന്നും മാറ്റാനാണ് അയാൾ അവിടേക്ക് ചെന്നത്. ആ സമയം മുരളീധറും ഗ്രാമവാസികൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ദേവേന്ദ്രയുടെ ആളുകളും ഗ്രാമവാസികളും ചേർന്ന് വലിയൊരു ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിനിടയിൽ ദേവേന്ദ്ര തന്റെ ഗണ്ണെടുത്ത് ശിവയുടെ ഓരോ ഫ്രണ്ട്സിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇത് കണ്ട് ശിവ ദേവേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ അടുത്ത് ശിവയുടെ ഫ്രണ്ടായ മോഹൻ ഉണ്ടായിരുന്നു. ഇത്രയും നാൾ ചാരപ്പണിയെടുത്ത ആൾ മോഹനാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. മോഹൻ ശിവയെ ഒരുപാട് അടിക്കാനായി തുടങ്ങും. അങ്ങനെ ഒരുപാട് അടി കൊണ്ടപ്പോൾ ശിവയുടെ ബോധം പോകും. അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന ശിവയുടെ ദേഹത്തേക്ക് പെട്ടെന്ന് അവരുടെ ദൈവം കയറും. അപ്പോൾ ശിവയ്ക്കാണെങ്കിൽ ഒരുപാട് ശക്തി ലഭിക്കും. അങ്ങനെ ശിവ ദേവേന്ദ്രന്റെ ആളുകളെല്ലാം തല്ലും. അവസാനം ദേവേന്ദ്രനെയും ഒരുപാട് തല്ലി അയാളുടെ തല അറുത്ത് കളയും. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുന്നു ശിവയും ലീലയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ലീല ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ആ ഗ്രാമത്തിൽ ഇപ്പോൾ വീണ്ടും ഭൂതകോല ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കുറുവയ്ക്ക് ശേഷം ഇപ്പോൾ ശിവയാണ് ആ ഫെസ്റ്റിവൽ ചെയ്യുന്നത്. അങ്ങനെ പെർഫോം ചെയ്യുന്നതിനിടയിൽ വെച്ച് ദൈവം ശിവയുടെ ദേഹത്തേക്ക് കയറും. ആ നാട്ടിലുള്ളവരുടെ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ശിവ കാട്ടിൽ നിന്നും മറ്റൊരു ഭഗവാന്റെ സൗണ്ട് കേൾക്കുന്നു. ശിവ അപ്പോൾ തന്നെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോയി നോക്കും. ശിവ ചെന്നെത്തുന്നത് ശിവയുടെ അച്ഛൻ ഡിസപ്പിയർ ആയി പോയ ആ സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്ത് ശിവ വീണ്ടും തന്റെ അച്ഛനെ കാണുന്നു. അവന്റെ അച്ഛൻ ആ ഭഗവാന്റെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് പെർഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവസാനം രണ്ടുപേരും ഡിസപ്പിയർ ആയി പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയിൽ അവരുടെ തന്നെ കൾച്ചറിനെ നിലനിർത്താനാണ് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ എല്ലാവരും ശ്രമിക്കണം. ഇതുപോലെ പുതുതായി ഇറങ്ങുന്ന മൂവികളുടെ കഥകൾ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.